തെക്കിൻ്റെ നാഥനായി ശ്രീമഹാദേവൻ പരിലസിക്കുന്ന ക്ഷേത്രത്തിലാണ് ഇന്നുള്ളത്. അതിരുദ്ര മഹായജ്ഞവും ഉൾപ്പെടെ 11 മഹാരുദ്രയജ്ഞങ്ങൾ നടന്ന പ്രശസ്തമായ മഹാദേവ ക്ഷേത്രമാണിത്. പടിഞ്ഞാറ് ദർശനത്തിലാണ് ഭഗവാൻ കുടികൊള്ളുന്നത്. പഞ്ചനിവേദ്യം, നിത്യനവകം, 3 ശീവേലി, പാശുപതാസ്ത്രം, പ്രാർത്ഥന നൽകി അനുഗ്രഹിക്കുന്ന പ്രതിഷ്ഠാഭാവം എന്നിവയാണ് ഇവിടുത്തെ പ്രത്യേകത. നെല്ലിമര ചുവട്ടിൽ വിഷ്ണു സങ്കല്പം, നാഗരാജാവിൻ്റെയും നാഗകന്യകയുടെയും പ്രതിഷ്ഠകൾ, കുളപ്പരേക്ഷി, വലംപിരി മഹാഗണപതി തുടങ്ങിയ സവിശേഷതകളും ഇവിടെയുണ്ട്. മഹാദേവ പ്രതിഷ്ഠയ്ക്ക് പുറത്ത് പിന്നിലായി വേടസ്ത്രീയുടെ ഭാവത്തിൽ പാർവതി ദേവിയും കുടികൊള്ളുന്നു. പണ്ടുകാലത്ത് ഈ സ്ഥലം പറയർശാല എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഈറകൾ നിറഞ്ഞ ഒരു കാടായിരുന്നു. പറയർ സമുദായത്തിൽപ്പെട്ട ഒരമ്മ പായമടയുന്നതിലേക്കായി ഈറ വെട്ടുന്നതിന് ഈ കാട്ടുപ്രദേശത്തെത്തുകയും ഈറ വെട്ടുന്നതിനിടെ അമ്മയുടെ കത്തി കല്ലിൽ തട്ടാനിടയാവുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞ് കത്തിയുടെ വക്കിൽ രക്തത്തുള്ളികൾ കണ്ട ആ അമ്മ തൻ്റെ ദേഹത്തുണ്ടായ മുറിവിൽ നിന്ന് രക്തം വന്നതാകാം എന്നു കരുതി ദേഹമാസകലം പരതിയെങ്കിലും യാതൊരു മുറിവും കാണാനായില്ല. ഒടുവിൽ ആ സ്ഥലം വീണ്ടും പരതിയപ്പോൾ ഈറകൾക്കിടയിൽ ഒരു കല്ല് കാണാനിടയാവുകയും ആ ശിലയിൽ നിന്നും രക്തം ഒഴുകുന്നതായും കണ്ടു. ഉടൻ തന്നെ ഭസ്മവിഭൂഷിതനായ ഭഗവാൻ ആ അമ്മയ്ക്ക് ദർശനം നൽകിയെന്നും ഭഗവത് ദർശനം ലഭിച്ച ആ അമ്മ മോഹാലസ്യപ്പെട്ട് വീഴുകയും ആ ശില ശിവലിംഗമായി മാറിയെന്നുമാണ് പറയപ്പെടുന്നത്. ആ ശിവലിംഗത്തെയാണ് പിൽക്കാലത്ത് പാറശാലക്കാർ തങ്ങളുടെ ദേശദേവനായി ആരാധിച്ചു പോരുന്നതെന്നും പറയപ്പെടുന്നു. മേടമാസത്തിലെ തിരുവാതിര നാളിലാണ് പാറശാല മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം കൊടിയേറുന്നത്. കൊടിയേറ്റിനുള്ള കൊടിയും കൊടിക്കയറും ഓലക്കുടയും പറയർ സമുദായക്കാരിൽ നിന്നാണ് സ്വീകരിക്കാറ്. അങ്ങനെ പറയർശാല ലോപിച്ചാണ് ഇപ്പോഴത്തെ പാറശാല എന്നായതെന്നും പറയപ്പെടുന്നു. ഭഗവാന്റെ വലതുഭാഗത്ത് നാലമ്പലത്തിന് മുന്നിലായി യജ്ഞശാലയുള്ള ഏകക്ഷേത്രം എന്ന ഖ്യാതിയും പാറശാല മഹാദേവ ക്ഷേത്രത്തിനുണ്ട്.